വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഡീകോഡിംഗ് സീരീസ് 1 തൊട്ട് 14 വരെ ഓൾറെഡി നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ബേസിക്കലി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഹൗ ടു ഫ്രെയിം ആൻ എൻട്രി, എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുന്നത്. സോ അത് എൻട്രി ടെക്നിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന കംപ്ലീറ്റ് സെനാരിയോസ് മുഴുവനും കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോസാണ്. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും എഴുതി നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് മാർക്കറ്റിൽ ഓരോ ലെസൺസ് കഴിഞ്ഞ് അത് പ്രാക്ടീസ് ചെയ്ത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ ഡൈനാമിക്സ് എത്രമാത്രം ഓരോരുത്തരും ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലുന്നോ അതിനനുസരിച്ച് കൂടുതൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ പറ്റും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസാണ് ബാക്കി 120ഓളം വീഡിയോ 110ഓളം വീഡിയോസ് ഇതിൻ്റെ പുറകിൽ താഴെയായിട്ടുണ്ട്. ഈ ഡീകോഡിംഗ് മാർക്കറ്റ് 1ൻ്റെ പുറകോട്ടുള്ള സ്ട്രക്ചർ മാർക്കിങ്, പുൾ ബാക്ക്, സെനാരിയോസ്, ഇതെല്ലാം നിങ്ങൾ കാണണം. ഇത് മുഴുവനും കണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് മാർക്കറ്റ് എന്താണെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകുന്നത്. സോ നമ്മളുടെ യൂട്യൂബ് ട്രേഡിംഗ് സീക്രട്സ് ചാനൽ എന്ന് പറയുന്നത് ഐ ആം ലീഡിങ് യു ഇൻ ടു എ ഇൻഡെപ്ത് സ്റ്റഡി, അല്ലേ? അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഏറ്റവും കൂടുതൽ ഹൈ ഡെഫിനിഷനിൽ നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ മാർക്കറ്റ് അറിയത്തില്ലാതെ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും പല പല പ്രശ്നങ്ങളാണ് വരുന്നത്. സോ ഇന്ന് നമ്മൾ എക്സ്ട്രീം അഡ്വാൻസ്ഡ് ലെവലിലേക്ക് കടക്കുകയാണ്. എന്താണ് ഡീകോഡിംഗ് മാർക്കറ്റ് 15ൽ ഇന്ന് സംസാരിക്കാൻ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം. സോ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇനി മാർക്കറ്റ് നാളെ ഓപ്പൺ ആയി വരുവാണ് നമ്മുടെ മുന്നിലോട്ട്. സോ ഇറ്റ് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് എ സ്ട്രക്ചർ, ഇറ്റ് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് എ ഗ്രാഫ്. ഇതുപോലെ നമുക്കറിയത്തില്ല എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. സോ നമ്മൾ എന്താണ് ഇത് ലാസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇത് എന്നത്തെ ഡേറ്റ് ആണ്? 25th ജാനുവരിയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ചാർട്ടാണ്. സോ 25th മോർണിംഗിൽ ഇവിടെ നമ്മൾ നോക്കാം. 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ മാർക്കറ്റിനെ കൺവേർട്ട് ചെയ്തു. സോ 1 മിനിറ്റിൻ്റെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് 24th ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും മാർക്കറ്റ് എവിടെ എത്തി? 24th ഇവിടെ ഇതിനകത്ത് ഇവിടെ വന്ന് 25th. ഓക്കെ, ഇതാണ് 25th മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. സോ രാവിലെ നമ്മൾ വരുമ്പോഴത്തേനും മാർക്കറ്റിൻ്റെ ബിഹേവിയർ കാണുന്നത് ഇങ്ങനെയാണ് കാണുന്നത്. സോ ഇവിടെ നിന്നിട്ട് മാർക്കറ്റ് ഇല്ല. 25th ഇങ്ങോട്ട് ഇവിടെയാണ് മാർക്കറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാഫിൽ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നതെന്നുള്ളതാണ് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. സോ ഞാൻ നോക്കുന്ന അതേ ക്വാളിറ്റിയിൽ നിങ്ങൾ ഓരോരുത്തരും മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണം. സോ നമ്മൾ പഠിച്ചിരിക്കുന്ന മുഴുവനും ആപ്ലിക്കേഷൻ ഇതിനകത്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കൂടുതൽ ഇൻഡെപ്ത് ഡീറ്റെയിലിങ് ഞാൻ പിന്നീടുള്ള ലെസൺസിലെല്ലാം എങ്ങനെയാണ് മാർക്കറ്റിനെ നമ്മൾ നോക്കി കാണുന്നത് നോക്കി. അല്ലാതെ നമ്മൾ ന്യൂസ് ബേസ്ഡ് ആണ്, മാർക്കറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് നത്തിങ്, വി ഡോണ്ട് നീഡ് ടു ബോദർ അബൌട്ട് ഓൾ ദോസ് സ്ക്രാപ്പ് തിങ്സ്. ഓക്കെ, നമ്മൾ മാർക്കറ്റിനെ കാണേണ്ടത് യു on a based on a structure you find out where is your entry, that's it. Okay, so ഇവിടെ വരുമ്പോഴത്തേനും മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞ ശേഷം ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവം? ഇവിടെ ഇതായിരുന്നു നമ്മുടെ ഒരു ലോ എന്ന് പറയുന്നത്, അല്ലേ? നമ്മളെ സംബന്ധിച്ച് ഇതൊരു സ്ട്രോങ് ലോ ആണ്. ബിക്കോസ് ദിസ് ലോ ക്രിയേറ്റഡ് ദിസ് ഹൈ, അല്ലേ? അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇത് ഓൾറെഡി നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ മാർക്കറ്റ് എങ്ങനെയാണ് നമ്മൾ എൻട്രിയിലേക്ക് നമ്മളെ നയിക്കപ്പെടേണ്ടത് എന്നതിനെ പറ്റിയുള്ള ക്ലാസ്സാണ് ഇനി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ലോയാണ് ഈ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് എ സ്ട്രോങ് ലോ ഫോർ അസ്, അല്ലേ? അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ ഒരു IFC ക്യാൻഡിൽ ഇവിടെ ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ക്യാൻഡിൽ ഈസ് ക്രിയേറ്റഡ് 15th മാർക്കറ്റിന് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി പ്രൈസ് വെന്റ് അപ്പ്. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? ഈ ഒരു മൈനർ സ്ട്രക്ചറിലാണെങ്കിൽ പോലും ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ബിക്കോസ് ഇതെന്ന് പറയുന്നത് ഒരു 3 ക്യാൻഡിൽ പുൾ ബാക്ക് ആണ് ഈ കാണുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത്, അല്ലേ? ഇതൊരു 3 ക്യാൻഡിൽ പുൾ ബാക്ക് ആണ്. ഈ 3 3 ക്യാൻഡിൽ പുൾ ബാക്ക്. എഗെയിൻ ഇതും ഒരു 3 ക്യാൻഡിൽ പുൾ ബാക്ക് ആണ്, അല്ലേ? സോ നമ്മളുടെ സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം വൺസ് എ 3 ക്യാൻഡിൽ പുൾ ബാക്കിന് മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അതിൻ്റെ 4 ഇരട്ടി സ്പീഡിൽ തിരിച്ചു കയറിപ്പോകും 3 ക്യാൻഡിൽ. ബിക്കോസ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അതാണ് എപ്പോഴും ഞാൻ പറയുന്നത്. ഫോക്കസ് ഓൺ ദ 3 ക്യാൻഡിൽ പുൾ ബാക്ക് ഓർ സിംഗിൾ ക്യാൻഡിൽ പുൾ ബാക്ക്. അവിടെ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പം യു വിൽ നെവർ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി, ബട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദറ്റ് ദിസ് ഏരിയ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലേ? അപ്പോൾ മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്യുമ്പം
നമ്മൾ എക്സ്ട്രീം പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സ് നമുക്ക് കുറച്ച് കൺഫർമേഷൻസ് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്ത് കൺസെപ്റ്റ് പ്രകാരം ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തോ ഇല്ല. സോ മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? മുകളിലേക്ക് തന്നെ എന്നുള്ള ഇത് കൺസെപ്റ്റാണ്. പക്ഷേ അതിനുശേഷം പ്രൈസ് നേരെ പിന്നെയും താഴോട്ട് വരുന്നു. സോ എത്ര ട്രിക്കി ആണെന്ന് നോക്കി, പ്രൈസ് ആക്ഷൻ ഇവിടെ എത്ര ട്രിക്കി ആയിട്ടാണ് നോക്കുന്നത്. സോ ആ ലൈൻ ബ്രേക്ക് ചെയ്യുന്നില്ല, പകരം ക്രിയേറ്റിംഗ് എ ബൈ എൻട്രി. ഈ ഒരു ബൈ എൻട്രി കാണുമ്പോഴത്തേനും റീറ്റെയിലേഴ്സ് വിൽ ബി ട്രാപ്ഡ്, ബിക്കോസ് ഇത് താഴേക്ക് പോകാനുള്ള മാർക്കറ്റാണ്. ബിക്കോസ് വൺസ് ഇത് ഇവിടെ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴേ നമ്മളിവിടെ എന്താണ് അസ്യൂം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്യാൻഡില് ബിക്കോസ് ഇവിടെ ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്രൗണ്ടാണിത്. അപ്പം ഈ ഒരു ഇങ്ങനത്തെ IFC ക്യാൻഡിൽ കാണുമ്പം യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് IFC ക്യാൻഡിൽ ഈസ് ക്രിയേറ്റഡ് വിത്ത് എ പർപ്പസ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ 3 ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് ആക്ഷൻ എങ്ങോട്ട് വന്നു? ഇവിടെ വന്നു. അതിനുശേഷം പ്രൈസ് എങ്ങോട്ട് പോകണം? മുകളിലേക്ക് പോകേണ്ട മാർക്കറ്റ് ആണെങ്കിൽ ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് പോകണം. ഇവിടുന്ന് പ്രൈസ് ഇവിടെ റിജക്ഷൻ ആയി കഴിഞ്ഞതിന് ശേഷം പ്രൈസ് ഇങ്ങനെ വന്ന് മുകളിലേക്ക് പോകണം. എന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ പ്രൈസ് മുകളിലേക്ക് പോകണം. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് ഐഡിയൽ സെനാരിയോ. പക്ഷേ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രൈസ് ആക്ഷൻ ഈസ് ടേക്കിംഗ് എ യു ടേൺ, ഇങ്ങനെ വരുവാണ് താഴോട്ട്. അതിനുശേഷം വീണ്ടും ഒരു ബൈയിങ് സെനാരിയോ. ഇറ്റ്സ് എ ഫേക്ക് മൂവ്. അപ്പം ഇവിടെ വരുമ്പോഴത്തേനും നമുക്കിവിടെ എൻട്രി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആവും. ബിക്കോസ് ഈ ഒരു IFC ക്യാൻഡിൽ കാണുമ്പം നോർമലി നമ്മൾ ചിന്തിക്കുന്നത് ഇതൊരു റിജക്ഷണൽ ക്യാൻഡിൽ ആണല്ലോ, എന്തുകൊണ്ട് നമ്മളിവിടെ എടുക്കണം? ബട്ട് മാർക്കറ്റ് ഈസ് പ്രിപ്പയർഡ് എ ഗ്രൗണ്ട് ടു ഗോ ഡൗൺ, ബിക്കോസ് ഈ ക്യാൻഡിലിന് താഴെ മാർക്കറ്റ് വിൽ സ്വീപ്പ്. എന്തുകൊണ്ടാണ്? പ്രൈസ് ആക്ഷൻ ഈസ് കമ്മിങ് ഡൗൺ, ദെൻ ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് അഗെയിൻ. സോ ഈ ക്യാൻഡിലിൻ്റെ ഈ പൊസിഷണൽ പ്ലേസിംഗ് നോക്കുമ്പം ഡിഡ് ദ പ്രൈസ് കം ടു മിറ്റിഗേറ്റ് 50% ഓഫ് ദിസ് ഏരിയ ഓർ നോട്ട്? എക്സാക്ട്ലി ഇറ്റ് മിറ്റിഗേറ്റഡ് അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ പ്രൈസ് ആക്ഷൻ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഈ മിറ്റിഗേഷൻ ഈ ക്യാൻഡിൽ കാണുമ്പോഴേ യു ക്യാൻ അസ്യൂം ദാറ്റ് ദിസ് ലോ വിൽ ബി ടേക്കൺ. അതാണ് അതിനകത്തെ കാര്യം. നമ്മൾ നോർമൽ സെൻസിൽ എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഇതൊരു റിജക്ഷണൽ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ കാണുമ്പോൾ പാർട്ടിസിപ്പേറ്റ് വിത്ത് ബൈ എൻട്രി. ഇഫ് യു ഗോ വിത്ത് ബൈ എൻട്രി യു വിൽ ബി ത്രോൺ ഔട്ട് ഫ്രം ദ മാർക്കറ്റ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഗ്രാഫിനെ നോക്കുന്നതും മനസ്സിലാക്കുന്നതും ഇൻ എ ഡിഫറെൻ്റ് ആംഗിൾ, based on our structure, based on the 3 candle pullback or a single candle pullback. Hope you understood. Okay, now let's see what it is. Now again price നമുക്ക് ഇവിടെ എൻട്രി ഇല്ലെന്ന് വിചാരിച്ചു. Now price is coming down and a candle closure has been done below this. So ഇവിടെ candle closure ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേനും വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ഡയറക്ഷൻ? നെക്സ്റ്റ് മൂവ്മെന്റ് എന്താണ്? പ്രൈസ് ഹാസ് ടു കം ബാക്ക് ടു 50% to mitigate the 50% of the area. So what is the 50% of the previous area? Previous area is nothing but, listen carefully, previous area is nothing but it's an area that created the low and the high. That's it. മനസ്സിലായോ? അപ്പോൾ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത് this low created a high and created a low and the high is taken അല്ലേ? അപ്പം ഇവിടത്തെ നമ്മുടെ ഈ ലോയും created a high is taken അല്ല, created a high and a low is made, a high is created and a low is created and the high is taken. So this is our previous area അല്ലേ? അപ്പോൾ ഈ പ്രീവിയസ് ഏരിയയുടെ 50% മാർക്കറ്റ് ഇവിടെ വന്നാക്കുന്നതിൻ്റെ മാർക്കറ്റ് തിരിച്ചു കയറി വന്ന് മിറ്റിഗേറ്റ് ചെയ്യണം. ദിസ് ഈസ് അൾട്ടിമേറ്റ് ഐഡിയ. സോ അങ്ങനെ വന്നിട്ട് മിറ്റിഗേഷന് വന്നു കഴിയുമ്പോഴത്തേനും യു വിൽ ടേക്ക് ആൻ എൻട്രി. അതാണ് അതിൻ്റെ കാര്യം. സോ ഇവിടെ നമുക്ക് ഇവിടെ പുൾ ബാക്ക് ഉണ്ടോ? ഇല്ല. ഇതൊരു പുൾ ബാക്ക് അല്ല. ബിക്കോസ് മാർക്കറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ് ഡൗൺ ട്രെൻഡ് വരുമ്പോൾ ഇതിന് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പുൾ ബാക്കിലേക്ക് വരുന്നുള്ളൂ. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് ഈ നമ്മളുടെ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് പ്രീവിയസ് ഏരിയ, ഇതും ഈ ലെഗ്. അപ്പോൾ ഇതിൻ്റെ 50% മാർക്കറ്റ് വന്നോ ഇല്ലയോ? ഇവിടെ കൃത്യം നമ്മൾ വെക്കുവാണെങ്കിൽ എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ വന്ന് മാർക്കറ്റ് വന്നു അല്ലേ? അതിനുശേഷം പ്രൈസ് ആക്ഷൻ നേരെ താഴോട്ട് പോരുവാണ്. ഈവൻ ഓൺ എ സബ്സീക്വൻറ്റ് എല്ലാ ലെഗിലും 50% ഇത് വന്ന് മിറ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ. സോ 50% അഗെയിൻ 50% അഗെയിൻ 50%. ഇനി പ്രൈസ് ആക്ഷൻ ഇതിന് താഴെ പോയി.
അതിന് താഴെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ വന്നു, ഇത് 50% വന്നോ, ഇവിടെ വന്നു. ഇവിടെ ഈ ഒരു ഇതിൻ്റെ ഈ പ്രൈസ് ആക്ഷൻ 50% കഴിഞ്ഞു. സോ ഇവിടെ തൊട്ട് നമ്മൾ മെഷർ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ 50% വന്നോ ഇല്ലയോ? എക്സാക്ട്ലി 50%ഓളം വന്നു. സോ നമ്മൾ ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പം you have to assume that the price will come back to mitigate the unmitigated 50% of the area. സോ നമ്മളൊരു ഗ്രീൻ ക്യാൻഡിൽ ഈവൻ നമ്മളാണ് ക്രിയേറ്റഡ് ആണ് ഷോർട്ട് പൊസിഷൻ ഹിയർ അല്ലേ, ഇവിടെ നമ്മളൊരു ഷോർട്ട് പൊസിഷൻ എടുത്തെന്ന് വിചാരിച്ചു, ഒരു ഷോർട്ട് അടിച്ചിട്ട് നമ്മളൊരു പുട്ട് ഓപ്ഷൻ മേടിച്ചുകൊണ്ടിരിക്കുക. സോ വെൻ യു സീ എ ഗ്രീൻ ക്യാൻഡിൽ, വൈ ടു വറി? Give the market a breathing gap to fill this 50%. Okay, then it let it go down. Okay, again it is coming back. Let it go down. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് സോ ഈവൻ ദിസ് ഈസ് കമ്മിങ് ബാക്ക്, ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരുവാണെങ്കിൽ യു ഹാവ് ടു എക്സിറ്റ്. എക്സിറ്റ് ഇൻ ദ സെൻസ് അതൊരു കറക്റ്റായിട്ടുള്ള വരവല്ല. കാരണം എന്താണ്, ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കണം, ഈ ഏരിയ ക്രിയേറ്റഡ് എ ന്യൂ ലോ ആൻഡ് ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് 3 candle pull back. So you have to expect that market will sweep this and again come down. മനസ്സിലായോ? അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് മാർക്കറ്റിൽ. അപ്പം ഇങ്ങനെ മാർക്കറ്റിൽ 3 candle പുൾ ബാക്കിൽ ഇവിടെ ഇങ്ങനെ കയറി സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഏരിയ ഉണ്ടെന്നുള്ളത് ലുക്ക് അറ്റ് ദ ചാർട്ട് ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ദിസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി ചാർട്ട് മനസ്സിലാക്കി സപ്പോസ് നമ്മൾ ബൈ മിസ്റ്റേക്കിൽ എൻട്രി എടുത്തു, എന്നിട്ട് നമ്മൾ നോക്കിയിരുന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കുമ്പോഴത്തേനും ഡോണ്ട് ലുക്ക് അറ്റ് ദ പ്രൈസ് ആക്ഷൻ. അവിടെ നടക്കുന്ന പ്രൈസ് ആക്ഷനെ അല്ല, വേറെ യു ഫോക്കസ് ഓൺ ദ സ്ട്രക്ചർ. അവിടെ എന്തെല്ലാം ഏരിയാസ് ആണ് കിടക്കുന്നത്, എന്തെല്ലാം ആണ് അൺമിറ്റിഗേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. ഇഫ് ദ പ്രൈസ് ഈസ് കമ്മിങ് ബാക്ക് ടു 50%, വേർ വിൽ ഐ എക്സിറ്റ്, വേർ വിൽ ഐ ഹൗ ഐ വിൽ ഹോൾഡ് ദ ട്രേഡ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ആ സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ദിസ് വാസ് എ ലോ ആൻഡ് ദിസ് വാസ് എ 3 candle pull back and price is coming down 50%. Fine, no problem. അതിനുശേഷം പ്രൈസ് താഴോട്ട് പോകുന്നു, എഗെയിൻ ഫൈൻ, നോ പ്രോബ്ലം. എഗെയിൻ പ്രൈസ് ഇസ് കമ്മിങ് ബാക്ക് 50%, പ്രൈസ് ഇസ് കമ്മിങ്. പക്ഷേ ഈ വരുന്ന വരവിന് മാർക്കറ്റ് ഈസ് ട്രൈയിങ് ടു ഇങ്ങനെ കയറി ഇങ്ങനെ വരുവാണെങ്കിൽ ഈവൻ കോസ്റ്റ് വന്ന് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണെങ്കിൽ പോലും assume that this will come, sweep and come back. ഇങ്ങനെ ഇതാണ് എക്സ്ട്രീം കേസിൽ നമുക്ക് ഇവിടെ മാർക്കറ്റ് വന്നു പോകാനാണ്. പക്ഷേ ഇവിടെ ഓൾറെഡി 2 പ്രാവശ്യം ഇങ്ങനെ വന്നുകൊണ്ട് യു ക്യാൻ അസ്യൂം ദാറ്റ് ഇതൊരു ബെയറിഷ് സെൻറ്റിമെൻ്റ് ആണ്. യു ഹോൾഡ് ദ ട്രേഡ് അപ് ടു 3:25 PM. ദാറ്റ്സ് ഇറ്റ്. ഓർ യു ഗെറ്റ് എ ഗുഡ് ടാർഗറ്റ്, യു വെയിറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് വൺസ് മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ വന്ന് 50% കറക്ഷനെല്ലാം എടുത്ത് താഴെ വന്നു കഴിഞ്ഞാൽ ഹോൾഡ് ദ ട്രേഡ്. ഇവിടെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് എയ്തർ യു ഗെറ്റ് എ ഗുഡ് ടാർഗറ്റ് ഓർ യു ഹാവ് ടു വെയിറ്റ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇതിനകത്തെ പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കും എന്താണ് പേഷ്യൻസ്. മാർക്കറ്റിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് റൈറ്റ് എൻട്രി പുഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ട്രേഡിംഗ് സീക്രട്സിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സ് എല്ലാം ഇറ്റ്സ് എ മസ്റ്റ് ദാറ്റ് യു ഹാവ് ടു ഫോളോ ദ ഗൈഡ് ലൈൻസ് ആൻഡ് യു ഹാവ് ടു ഷോ ദ പേഷ്യൻസ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഒരു ടാർഗറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമ്മൾ അതിന് പുറകെ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. സോ നൗ മാർക്കറ്റ് ഈസ് കമ്മിങ് ഡൗൺ. എഗെയിൻ കമ്മിങ് ഡൗൺ വരുന്ന സിനാരിയോയിൽ നമ്മളിവിടെ ട്രേഡ് ഷോർട്ട് അടിച്ച് നമ്മൾ നോക്കിയിരിക്കുക. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് നമ്മളിവിടെ ട്രേഡ് എക്സിറ്റ് ആകണോ വേണ്ടോ എന്നുള്ളത് ഹൗ വിൽ യു ടേക്ക് എ ഡിസിഷൻ. നൗ യു വിൽ തിങ്ക് ദാറ്റ് യു വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഫോർ എ ബൈ എൻട്രി. അങ്ങനെയാണെങ്കിൽ എക്സിറ്റ് ആവുകയാണെങ്കിൽ യു നീഡ് ടു ടേക്ക് എ ബൈ എൻട്രി അല്ലേ. അപ്പോൾ തിരിച്ച് വരും, മാർക്കറ്റ് തിരിച്ച് കയറുമ്പോഴത്തേനും നമുക്കൊരു ബൈ എൻട്രിയും കൂടെ വേണം. സോ എ ലോ ഈസ് ക്രിയേറ്റഡ്, എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഇനി എന്താണ് ലോയും ഹൈയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോ ഹാസ് ടു ബി ടേക്കൺ ഔട്ട്. ഇവിടെ ലോ എടുക്കാൻ വന്നോ? ഇല്ല, ലോ ഇസ് നോട്ട് ടേക്കൺ ഔട്ട്. സോ ലോ ഏത് മൂവ്മെൻറ്റിലാണ് എടുത്തത്? ഇവിടം വരെയും പോയി മാർക്കറ്റ്, അന്നേരമാണ് ഈ ലോ എടുക്കുന്നത് അല്ലേ. അതിനുശേഷം ദിസ് ഹൈ ഹാസ് ടു ബി ടേക്കൺ ഔട്ട്. അപ്പോൾ ഈ ഹൈ ഇവിടെ വന്നു ടേക്കൺ ഔട്ട്. ഇനി പ്രൈസ് ഹാസ് ടു കം ബാക്ക് ടു മിറ്റിഗേറ്റ് ആണ് നമ്മുടെ ഏരിയ. സോ മിറ്റിഗേഷൻ ഏതാണ് ഏരിയ? ദിസ് ഈസ് ദ ഹൈ ആൻഡ് ദ ലോ. This is the high and the low. This is the area. So 50% of this area has to be mitigated. അപ്പോൾ ഇവിടെ മിറ്റിഗേഷൻ വരുമ്പോഴാണ് നമ്മളുടെ എൻട്രി എഗെയിൻ നമ്മൾ വേണോ വേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സോ ഇതാണ് ഇതിനകത്ത് ഈ മിറ്റിഗേഷൻ്റെ ഇതിനകത്ത് നമ്മൾ നോക്കിക്കൊണ്ട് പോകുന്നത്. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും
ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും വേറൊരു കാര്യമുണ്ട്. നോക്കിയേ, ഇവിടെ എ ലോ ഇസ് ക്രിയേറ്റഡ്, ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വന്നില്ല മാർക്കറ്റ് അല്ലേ. വീണ്ടും ഇവിടെ ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ടേക്ക് ചെയ്യാൻ വന്നില്ല. ബട്ട് അഗെയിൻ high is taken, price come to mitigate. Even on this minor structure, what happened? ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്, ഹൈയും ലോയും ക്രിയേറ്റ് ചെയ്തു. ഈ സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ ഇവിടെ നോക്കി ഇതിൻ്റെ 50% മാർക്കറ്റ് മിറ്റിഗേഷന് വേണ്ടിയിട്ട് വന്നു. ഈവൻ നമ്മളുടെ സോങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. ബട്ട് ഈവൻ ദെൻ വെൻ യു സീ എ സ്ട്രക്ചർ ലൈക്ക് ദിസ്, യു ക്യാൻ അസ്യൂം ദാറ്റ് ദ മാർക്കറ്റ് വിൽ അഗെയിൻ ഗോ ഇൻ വൺ ഡയറക്ഷൻ. മനസ്സിലായോ? സോ ഇറ്റ്സ് ഓൾ അബൌട്ട് സം ടൈംസ് എല്ലാ ദിവസവും മാർക്കറ്റ് നമുക്ക് ഓപ്പർച്യൂണിറ്റി തരും, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി തരും. സോ ദ ഹൗ യു അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് സ്ട്രക്ചർ, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. എഗെയിൻ നെക്സ്റ്റ് സെറ്റപ്പിൽ നമ്മൾ വരുവാണ്. നെക്സ്റ്റ് സെറ്റപ്പിൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് എന്ത് പറ്റി, ഇവിടുന്ന് കഴിഞ്ഞു, അതിനുശേഷം പ്രൈസ് മുകളിൽ പോയി, പിന്നെയും പ്രൈസ് താഴോട്ട് വന്നു. അപ്പോൾ നമ്മൾ പ്രീവിയസ് സ്ട്രക്ചറിൻ്റെ അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഏരിയ നോക്കുമെന്ന് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഇവിടെ വന്ന് കംപ്ലീറ്റ്ലി മാർക്കറ്റ് സൈഡ് വേസ് ആയി. സോ ഇതാണ് നമ്മുടെ ലോ. ഇനി ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ സോങ് പിന്നെ അൾട്ടിമേറ്റ് ആയിട്ട് പിന്നെയും വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് ബ്രേക്ക് ചെയ്യാൻ വരുന്നില്ല. സോ ഈ ഒരു സ്ട്രക്ചറിൽ ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം യു ഷുഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഫോർ ദ എൻട്രി, ബിക്കോസ് higher possibility that this law will be taken out by the market any time, because this is a liquidity pool. because ഇവിടെ നോക്കി ഇത് ഒരു ലിക്വിഡിറ്റിയാണ്. ഇവിടെ നമ്മൾ മാർക്കറ്റ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഇത്ര ഏരിയ കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ടേക്കൺ ഔട്ട് ബൈ ദ മാർക്കറ്റ്. ഓർ മുകളിലോട്ട് പോവുകയാണെങ്കിൽ മുകളിലോട്ട് പോട്ടെ. അപ്പോൾ മുകളിലോട്ട് പോയതിന് ശേഷം ഇവിടെ സം അൺമിറ്റിഗേറ്റഡ് ഏരിയ വരുമല്ലോ, അതിനുശേഷം മാർക്കറ്റ് വിൽ കം ബാക്ക് ടു മിറ്റിഗേറ്റ് ദാറ്റ്, ദെൻ യു ടേക്ക് ആൻ എൻട്രി. അപ്പോൾ അവിടെ പുൾ ബാക്കും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത്, സോ ലെറ്റ്സ് ഗോ ബാക്ക്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സെനേരിയോ ആയിരുന്നു. അഗെയിൻ മാർക്കറ്റ് ഈസ് കമ്മിങ് ഡൗൺ. ഇവിടെ ഓൺ എ കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ഈസ് കമ്മിങ് ഡൗൺ. എ ലോ ഈസ് ക്രിയേറ്റഡ്, എ ഹൈ ഈസ് ക്രിയേറ്റഡ്, ദെൻ ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ ടു ടേക്ക് ഔട്ട് ദിസ് ലോ അല്ലേ. ഈ ലോ ഇവിടെ എടുക്കുന്നില്ല. സോ ഇവിടെ ലോ എടുക്കുന്നത്, ഇവിടെ ഈ ലോ എടുത്തതിന് ശേഷം വീണ്ടും എന്ത് സംഭവിച്ചു, ലോ എടുത്തതിന് ശേഷം പ്രൈസ് ഹാസ് ടു ഗോ അപ്പ് ആൻഡ് ടേക്ക് ദിസ് ഹൈ. അതല്ലേ നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ഈ ഹൈ എടുക്കാൻ പോകുന്നില്ല, പകരം ഇറ്റ് ഈസ് ഗോയിങ് ഡൗൺ. അപ്പോൾ അങ്ങനെ താഴോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്താണ് നോക്കേണ്ടത്, ഇറ്റ് ക്രിയേറ്റഡ് എ ന്യൂ ലോ അല്ലേ. ഇറ്റ് ക്രിയേറ്റഡ് എ ന്യൂ ലോ. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ഹൈ. അപ്പോൾ ഇവിടെ ക്രിയേറ്റഡ് എ ന്യൂ ലോ ആൻഡ് എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ലോ ഈസ് ടേക്കൺ അല്ലേ. ലോ ഈസ് ടേക്കൺ ആൻഡ് ദെൻ ദിസ് ഹൈ ഈസ് ടേക്കൺ. പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ ടു മിറ്റിഗേറ്റ്. വെദർ ദ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ ടു മിറ്റിഗേറ്റ് ഓർ നോട്ട്, ഇല്ല. അപ്പോൾ ഇവിടെ മിറ്റിഗേഷന് വേണ്ടിയിട്ട് പ്രൈസ് വരുന്നില്ല. അപ്പോൾ എവിടെ വരണം, നമ്മളെ സംബന്ധിച്ച് ദിസ് വാസ് ദ പ്രീവിയസ് ഏരിയ അല്ലേ. ഈ പ്രീവിയസ് ഏരിയയുടെ 50% ഇവിടെ വരണം നമുക്ക് മാർക്കറ്റ് മിറ്റിഗേഷന് വേണ്ടിയിട്ട്. സോ ഓൺ എ മൈനർ സ്ട്രക്ചർ ഈ ഒരു ഇതിൽ നമ്മൾ നോക്കുമ്പം ഹൈ എടുത്തതിന് ശേഷം മിറ്റിഗേഷന് വേണ്ടിയിട്ട് പ്രൈസ് ഇറങ്ങി വന്നോ, ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഇവിടെ ഓൾറെഡി ഒരു ടൈപ്പ് ഓഫ് മിറ്റിഗേഷൻ അവിടെ നടക്കുന്നുണ്ട്, ഈവൻ ബിഫോർ ഹെഡിങ് അപ്പ് സൈഡ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ സ്ട്രക്ചർ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് മിറ്റിഗേഷണൽ മൂവ്മെൻറ്റ് ഓൺ ദ ഗോ ഇത് ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ മാർക്കറ്റ് ഇങ്ങോട്ട് താഴോട്ട് വരാത്തതിൻ്റെ കാര്യം. സോ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകും ദിസ് ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഈച്ച് ക്യാൻഡിൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓൾ ദോസ് ക്യാൻഡിൽസ് ക്രിയേറ്റഡ് ബൈ ദ മാർക്കറ്റ്, എന്ത് പർപ്പസാണ് അതിന് വേണ്ടിയിട്ട്, അത് അവർ എന്ത് പർപ്പസ് കൊണ്ടാണ് ആ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് യു ആർ ലുക്കിംഗ് അറ്റ് ദ മാർക്കറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ ഇൻ എ മെത്തോഡിക്കൽ വേ. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലേ. ഒരു മെത്തേഡ് ഇല്ലാതെ നമുക്ക് ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നൗ നമുക്ക് വേറൊരു സ്ട്രക്ചറിലോട്ട് നോക്കാം. എവിടെ വേണേലും നമുക്കിത് നോക്കി കണ്ടുപിടിച്ച് എക്സ്പ്ലനേഷൻ നമുക്ക് ചെയ്യാമല്ലോ. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്ത് പറ്റി, ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഒരു ഹൈ ഇസ് ക്രിയേറ്റഡ് അല്ലേ. അപ്പം ഈ ഹൈ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ലോ ഏതാണ്, ദിസ് ലോ ക്രിയേറ്റഡ് ദിസ് ഹൈ അല്ലേ. ദിസ് ലോ ക്രിയേറ്റഡ് ദിസ് ഹൈ, ഇതാണ് നമ്മുടെ ലോ എന്ന് പറയുന്നത്. സോ
ദിസ് ലോ ക്രിയേറ്റഡ് ദിസ് ആയി. അപ്പോൾ മാർക്കറ്റ് ഒത്തിരി മുകളിലാണ്, ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ. സോ കണ്ടിന്യൂസ്ലി ഇവിടെ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. സോ ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണ്, വാട്ട് ടൈപ്പ് ഓഫ് ക്യാൻഡിൽ ഈസ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ, നമ്മൾ എത്ര ക്വിക്കായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ നമ്മളൊരു ലൈൻ ഇടാം. സോ ഈ ക്യാൻഡിലും ഈ ക്യാൻഡിലും, സോ ഇവിടെ ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് പ്രീവിയസ് സ്ട്രക്ചറിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ഇവിടെ ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ കാണാമല്ലോ പ്രീവിയസ് സ്ട്രക്ചർ ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നതെന്ന് അറിയാമല്ലോ. സോ ഇവിടുത്തെ പ്രീവിയസ് സ്ട്രക്ചർ വെൻ ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ, കമ്മിങ് ആൻഡ് മിറ്റിഗേറ്റഡ്. അപ്പം ഈ ഒരു മിറ്റിഗേഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇപ്പുറത്തോട്ട് നോക്കാം എന്താണ് സംഭവിച്ചേക്കുന്നതെന്ന്. സോ ഇവിടുത്തെ സ്ട്രക്ചർ പ്രകാരം എന്താണ് സംഭവിച്ചേക്കുന്നത്, ഇവിടെ കണ്ടിന്യൂസ്ലി പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്, ഇതൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു ഇവിടെ. ഓക്കെ, സോ ഇതെന്താണ്, ഒരു കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡിങ് ആണ്. സോ ഇതിൽ മൂവ്മെൻറ്റിൽ എന്താണ് സംഭവിച്ചേക്കുന്നത്, ഇവിടെ 50% മിറ്റിഗേഷൻ നടക്കുന്നില്ല, വേറെ ഒരു സൈഡ് വേസ് ട്രിഗർ ചെയ്ത് താഴോട്ട് ഇറങ്ങി പോവാണ്. 50% മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ വന്നു, ഇവിടെ എക്സാക്ട്ലി മിറ്റിഗേഷൻ നടന്നു, പിന്നെ ഇവിടെ വന്നു, പിന്നെ നേരെ താഴോട്ട് വരുന്നു. സോ ദിസ് ഇസ് മൈനർ. സോ ഇതൊരു സിംഗിൾ ലെഗ് ആണെന്ന് കൂട്ടുക. സോ അതിനുശേഷം ഇവിടെ ഒരു സ്മോൾ കൺസോളിഡേഷൻ ഇവിടെ നടക്കുന്നു, അതിനുശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് പോയിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചേക്കുന്നത്, ഇത്രയും ഏരിയയിൽ, സോ നമ്മളുടെ ഈ 2 ലൈനാണ് നമ്മുടെ ഏരിയ, ഇത്രയും ഏരിയയിൽ ഇത് മിറ്റിഗേഷൻ സംഭവിച്ചിട്ടേ ഇല്ല. സോ ആക്ച്വലി താഴേക്ക് വരുന്ന മാർക്കറ്റ് എന്ത് ചെയ്യണം, ഒരു 50%ഓളം ഇവിടം വരെ കയറി മിറ്റിഗേഷന് വേണ്ടിയിട്ട് വരണം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഡൈനാമിക്സിൽ നമ്മൾ നോക്കുന്നത് ഇവിടുന്ന് ഇവിടം വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള സ്ട്രക്ചർ കംപ്ലീറ്റ്ലി മിറ്റിഗേഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഈ ഒരു 50% എന്ന് പറയുന്ന ഏരിയ ഇതാണ്. അപ്പോൾ ഈ ഏരിയയിൽ അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് ആ ഒരു 50% മിറ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടണം. സോ ടോപ്പ് ലൈൻ ഈസ് 50%, എക്സാക്ട്ലി 50%. നൗ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? സോ ടോപ്പ് ലൈൻ ഈസ് എ 50% ഏരിയ, അൺമിറ്റിഗേറ്റഡ് ഏരിയ. സോ അതൊരു പ്ലാൻഡ് ആക്ടിവിറ്റി ആയിരുന്നു. സോ അവിടുത്തെ ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മിറ്റിഗേറ്റ് ദാറ്റ് പ്രീവിയസ് ഏരിയ വിച്ച് വാസ് അൺമിറ്റിഗേറ്റഡ്. സോ ഇങ്ങനത്തെ മാർക്കറ്റിൽ പ്രൈസിങ് സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ്, എവരിബഡി വിൽ സെൽ, അല്ലേ? സെൽ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. സോ മാർക്കറ്റിൻ്റെ there will be losing positions will be created. Those losing positions will be closed out by the institution. That is more important. So losing positions when it is closing out on a profitable basis, എന്ത് പറ്റുന്നത്, അത് വരുന്നത് എന്താ വെച്ചാൽ this will come back and mitigate. സോ ഇവിടെ അത് പ്രോഫിറ്റബിൾ ആകുന്നത് എങ്ങനെയാണ്, ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് പെൻഡിങ് ഓർഡേഴ്സ് ഇവിടെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് പെൻഡിങ് ആയിട്ട് ഇവിടെ കിടപ്പുണ്ട്. ആ പെൻഡിങ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്, സോ ഇവിടെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ സെല്ല് ചെയ്യാൻ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ദേ ഹാവ് ടു സെൽ അറ്റ് ചീപ്പ്. വേറാസ് I am creating some losing positions ഇവിടെ, ഓക്കെ, സം ലൂസിങ് പൊസിഷൻസ്, കുറച്ച് ലൂസിങ് പൊസിഷൻ വെച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ ക്രിയേറ്റ് മാർക്കറ്റ് ഇവിടെ വരുവാണെന്ന് വിചാരിച്ചു. അപ്പം സം ലൂസിങ് പൊസിഷൻസ് ഉണ്ടായി. പക്ഷേ ഇഫ് ഐ റീച്ച് ഹിയർ വാട്ട് ഹാപ്പൻസ്, ദർ ആർ ലോട്ട് ഓഫ് ഓർഡേഴ്സ്, അല്ലേ? ഇവിടെ ലോട്ട് ഓഫ് ഓർഡേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ബൈ ഓർഡേഴ്സ് ആർ ദർ. എനിക്ക് സെല്ലാണ് ചെയ്യേണ്ടത്. സോ മാർക്കറ്റ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ലോട്ട് ഓഫ് ഓർഡേഴ്സ് ആർ ഇവിടെ കിടപ്പുണ്ട്. സോ ഐ ക്യാൻ സെൽ അറ്റ് എ ഹയർ പ്രൈസ് വെൻ ദ മാർക്കറ്റ് ഈസ് കമ്മിങ് ഹിയർ, അല്ലേ? ഇവിടെ മുകളിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ എനിക്ക് കിടക്കുന്ന ഓർഡേഴ്സ് മുഴുവൻ കളക്ട് ചെയ്ത് പ്രൈസ് ഇവിടെ വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി ഓൾ ദ ബൈ ഓർഡേഴ്സ് വിൽ ബി ട്രിഗേർഡ് ഹിയർ. അതല്ലേ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓർഡേഴ്സ് കളക്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. സോ once market is coming down, losing positions created on the sell side, okay, those sell side
losing positions will be closed out on the subsequent movement, that is called mitigation. Okay, this mitigation, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ mitigation നടക്കുമ്പോൾ naturally all the other orders which are the liquidity pool എന്ന് പറയും, ആ liquidity orders completely will be triggered into buy orders. Those buy orders, this will be sold out for those who are getting a buy order here. അപ്പം again here ഈ ഒരു മൂവ്മെന്റിൽ ലൂസിങ് സെല്ലിംഗ് ഓർഡേഴ്സ് വിൽ ബി ക്ലോസ്ഡ് ഔട്ട് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ ബിഗ് പ്ലെയറിന്റെ ഇത് വെച്ചിട്ട് അത് ക്ലോസ് ഔട്ട് ചെയ്ത് കളയും. ക്ലോസ് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ദിസ് ഈസ് ക്ലോസ്ഡ് ഔട്ട്, എഗെയിൻ ദേ വിൽ ബി ക്രിയേറ്റിംഗ് എ ലൂസിങ് പൊസിഷൻ അല്ലേ, ബിക്കോസ് പിന്നെ മാർക്കറ്റ് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റിംഗ് എ ലൂസിങ് പൊസിഷൻ വിച്ച് വിൽ ബി അഗെയിൻ ക്ലിയർഡ് ഔട്ട് ബൈ ദ മാർക്കറ്റ്. സോ ഇത് ഇറ്റ്സ് നോട്ട് എ റോങ് സെനാരിയോ, ഇറ്റ്സ് എ ദിസ് ഈസ് എ ഫണ്ടമെന്റൽ ഐഡിയ ഓഫ് ദ മാർക്കറ്റ്. അങ്ങനെയല്ലേ മാർക്കറ്റിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ മാർക്കറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് എവറിബഡി ഗെറ്റ്സ് എ ആമ്പിൾ ഓപ്പർച്യൂണിറ്റി, ബൈയിങ് ആൻഡ് സെല്ലിങ് വാട്ട് എവർ യു വാണ്ട് ടു ഡു യു ഡു. ബട്ട് നമ്മൾ ആസ് എ പ്രൊഫഷണൽ ട്രേഡേഴ്സ് വി വിൽ ഡു ഓൺ എ സർട്ടൺ ലോജിക്കൽ സെറ്റപ്പ്. സോ ഇവിടെ വന്നു മാർക്കറ്റ് ഹൈ ട്രെൻഡിൽ ഇവിടെ ഗ്യാപ്പ് മോഡലിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എഗെയിൻ എ ഹൈ ഈസ് ക്രിയേറ്റഡ്. അപ്പം നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് ഹാസ് ടു സിങ് അവർ ലിറ്റിൽ സീക്രട്ട് അല്ലേ. എ ഹൈ ഈസ് ക്രിയേറ്റഡ്, എ ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് നോട്ട് ടേക്കൻ, നോ എൻട്രി, വെയിറ്റ് ഫോർ ദ എൻട്രി. ഓക്കെ, നൗ ലോ, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ ഹൈ ഈസ് ക്രിയേറ്റഡ്, ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ടേക്കൻ, ലോ ഈസ് ടേക്കൻ, പിന്നെ മാർക്കറ്റ് താഴോട്ട് പോവുക. സോ നമുക്കിവിടെ ബൈ ഓപ്പർച്യൂണിറ്റി ഇല്ല, സെൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയില്ല, നോ പ്രോബ്ലം. എഗെയിൻ മാർക്കറ്റ് ഈസ് കമ്മിങ് ഡൗൺ, ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ക്രിയേറ്റഡ്, പിന്നെ മാർക്കറ്റ് താഴെ പോയി. നമുക്ക് അന്നേരം ഇവിടെ ബൈ ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നില്ല, സെൽ ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നില്ല. സോ ലെസ് ഈസ് മോർ. എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും തെരുതരെ നമ്മൾ ട്രേഡ് ചെയ്യാൻ നമുക്ക് ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. സോ എപ്പോഴാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നത്, ആ സമയത്ത് നമ്മളുടെ ടെക്നിക്കിനെ ബേസ് ചെയ്ത്, ബിക്കോസ് ഇവിടെ എല്ലാം എൻട്രിക്ക് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഗ്യാംബ്ലിംഗ് സെറ്റപ്പിലാണ് അല്ലേ. നമ്മൾ ഒരു പ്രോപ്പർ സെറ്റപ്പ് ഇല്ലാതെ ട്രേഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗോ, സംടൈംസ് ഇറ്റ് വിൽ ഗോ എഗനിസ്റ്റ്, സംടൈംസ് നമുക്ക് അത് ഭയങ്കര ഹെവി പ്രോഫിറ്റ് തന്നിരിക്കാം. പക്ഷെ അതിന് നമുക്ക് എന്നാ പറയുക, നമ്മൾ ചെയ്യുന്ന ട്രേഡിങ്ങിനോട്, നമ്മുടെ ആ പ്രോസസ്സിനോട് നമ്മൾ ഒരു ട്രൂത്ത്ഫുൾ ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ട്രൂത്ത്ഫുൾ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ എപ്പോഴും നമുക്ക് മാർക്കറ്റ് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ മാർക്കറ്റിൻ്റെ പല ഡൈനമിക്സിലും പല കാര്യങ്ങൾ നമ്മളെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻട്രി കിട്ടിയില്ല എന്നോർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ അഗെയിൻ എ ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ക്രിയേറ്റഡ്, ലോ ഈസ് ടേക്കൻ, ഹൈ ഈസ് ടേക്കൻ ആൻഡ് price come to mitigate. See, ഇവിടെ നോക്കിയേ, low is created, again a high is created, low is taken. See, low is taken എന്ന് പറയുമ്പോഴത്തേന് ഇവിടം വരെ മാർക്കറ്റ് വന്നു, ലോ is taken. സോ ഇതാണ് നമ്മളുടെ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് പ്രീവിയസ് ഏരിയ. സോ ഈ പ്രീവിയസ് ഏരിയ പ്രൈസ് കം ടു മിറ്റിഗേറ്റ് അല്ലേ ഇവിടെ. അതിനുശേഷം ഒരു മൂവ്മെന്റ് കിട്ടി, ഒരു സ്കാൽപ്പിംഗ് എൻട്രി കിട്ടി, എഗെയിൻ വന്നു പ്രൈസ് പിന്നെയും മുകളിലേക്ക് പോയി, ഇവിടെ പിന്നെ ഒരു സ്കാൽപ്പിംഗ് എൻട്രി കിട്ടി. ബാങ്ക് നിഫ്റ്റിക്കകത്ത് ഇത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര ഇത് കിട്ടി, ഇവിടെ ഇതിൻ്റെ 3 ഇരട്ടിയാണ് ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ എത്ര പോയിന്റ് ആയി, 90 പോയിന്റോളം അവിടെ ഡിഫറൻസ് വന്നു. ഒരു 20-25 പോയിന്റ് നമുക്ക് സ്കാൽപ്പിങ്ങിന് ഒരു എൻട്രി കിട്ടിയില്ല ഇവിടെ. അപ്പം സോ ഇതിൻ്റെ പ്രീവിയസ് ഏരിയയിൽ മിറ്റിഗേഷൻ നടന്നു കഴിയുമ്പോഴത്തേനും നമ്മളിവിടെ ഒരു എൻട്രി എടുത്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ ആ സമയത്ത്. അതിനുശേഷം നമ്മൾ വൺസ് മാർക്കറ്റ് ഒരു 10-20 പോയിന്റ് പോയി കഴിയുമ്പോഴത്തേനും നമ്മളവിടെ കോസ്റ്റ് ടു കോസ്റ്റിലോട്ട് നോക്കുക, ആ സ്റ്റോപ്പ് ലോസ് വിൽ ബി ട്രിഗേർഡ്. അപ്പോൾ ചില ദിവസങ്ങളിൽ മാർക്കറ്റ് കയറിപ്പോവും, നമുക്ക് ക്ലിയർ പ്രൈസ് ആക്ഷൻ കിട്ടും. ചില ദിവസം നമുക്ക് അത് കോസ്റ്റ് ടു കോസ്റ്റിൽ ചിലപ്പോൾ പോയെന്നിരിക്കും. അപ്പോൾ ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ എക്സ്പീരിയൻസിൽ കൂടെയാണ് നമ്മൾ കവറപ്പ് ചെയ്തെടുക്കുന്നത്. എഗെയിൻ ലോ ഈസ് ക്രിയേറ്റഡ്, ഇവിടെ താഴേക്ക് മാർക്കറ്റ് പോകുന്നു, ഇവിടെ എഗെയിൻ ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ക്രിയേറ്റഡ്, താഴേക്ക് പോകുന്നു, പിന്നെ ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ക്രിയേറ്റഡ്, ഇവിടെ ഒന്നുമില്ല ഓപ്പർച്യൂണിറ്റി, പിന്നെ ഇവിടെ വന്നു, ഇവിടെ മാർക്കറ്റ് വന്നു, ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് നോട്ട് ടേക്കൻ, ലോ ഈസ് നോട്ട് ടേക്കൻ, ഇവിടെ ലോ ഈസ് ടേക്കൻ അല്ലേ. പക്ഷേ ഇവിടെ ഹൈ ടേക്ക് ചെയ്യാൻ വന്നില്ല, നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി ഇല്ല, വീണ്ടും താഴോട്ട് പോവുക മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേനും
ഹൈ എടുക്കാൻ വരുന്നില്ല. നോക്കി ഇവിടെ ഒന്നിനും ഹൈ എടുക്കാൻ വരുന്നില്ല. അപ്പം ഇവിടെ ഒന്നും നമ്മൾ ഓപ്പർച്യൂണിറ്റി ബൈ സൈഡിലേക്ക് നമുക്ക് കിട്ടുന്നില്ല. പ്രോപ്പർ ബൈ സൈഡിലേക്ക് എൻട്രി വരുമ്പോഴത്തേനും നമ്മൾ നോക്കുവാണ് എവിടെയാണ് വരുന്നത്. സോ ഇവിടെ ലോ ഇസ് ടേക്കൺ, ഹൈ ഇസ് ടേക്കൺ, ലോ ഇസ് ക്രിയേറ്റഡ്, ഇവിടെ ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ടേക്കൺ. സോ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതുണ്ടോ, ലോ ഇസ് ഇത് ലോയും ഹൈയും ആയിട്ട് വരും. അതിനുശേഷം ഇവിടെ ലോ ഇസ് ടേക്കൺ എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും പ്രൈസ് ആക്ഷൻ ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പ്രൈസ് താഴെ വന്ന് അതിൻ്റെ ലോ എടുത്തു. സോ നമ്മളുടെ റിവൈസ്ഡ് ലോ എന്ന് പറഞ്ഞാൽ ദിസ് വാസ് എ ലോ, ദിസ് ഈസ് എ ഹൈ, this is a low is taken, this is a high is taken, then price will have to come back and mitigate. പക്ഷേ ഇവിടെ മിറ്റിഗേഷൻ വരുമ്പോഴത്തേനും പ്രൈസ് ഈസ് നോട്ട് സ്റ്റാൻഡിങ് ഔട്ട് അല്ലേ, ഇവിടെ വന്നിട്ട് നിൽക്കുന്നില്ല. പ്രൈസ് ആ ഒരു സിംഗിൾ സീപ്പിന് തന്നെ താഴോട്ട് പോരുവാണ്. താഴോട്ട് പോകുന്ന കഴിയുമ്പോഴത്തേനും വീണ്ടും എന്താണ് പുതിയ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ. അപ്പം മിറ്റിഗേഷന് വന്നു കഴിയുമ്പോഴത്തേനും അറ്റ്ലീസ്റ്റ് നമ്മളിവിടെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു പ്രൈസ് മിറ്റിഗേഷൻ നടന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ 50% ആയിരുന്നല്ലോ നമ്മുടെ ഇത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് നമ്മളുടെ എൻട്രി ആണല്ലോ എന്ന് നമ്മൾ തോന്നും. നമ്മളുടെ എൻട്രി ആണല്ലോ എന്ന് നമ്മൾ തോന്നുമ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു യു ഹാവ് സം അതർ കോൺഫ്ലുവൻസസ് ഓർ നോട്ട്. അപ്പം ഇവിടുത്തെ അതർ കോൺഫ്ലുവൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് നമ്മുടെ ഹൈ, ഇതാണ് നമ്മുടെ ലോയ്, ഇതാണ് നമ്മുടെ 50%. പ്രൈസ് ഇസ് കമ്മിങ് ബാക്ക് ടു മിറ്റിഗേറ്റ്. ആൻഡ് നമ്മളിവിടെ നോക്കുന്നത് ഇവിടെ നമ്മളുടെ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ, ദിസ് വാസ് എ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ, എക്സാക്ട്ലി ഇറ്റ് ഇസ് ടാപ്പിംഗ് ആൻഡ് ടേക്കിംഗ് എ സപ്പോർട്ട് അല്ലേ ഇവിടെ കാണുമ്പോഴത്തേനും. അപ്പോൾ നമ്മളിവിടെ ടെംപ്റ്റഡ് ആവും എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ഈ ഒരു മിറ്റിഗേഷന് വേണ്ടിയിട്ട് ഇവിടെ പ്രൈസ് വന്നു, നമ്മൾ എൻട്രി എടുത്തു, അല്ലെങ്കിൽ ഓൺ എ സബ്സീക്വൻറ്റ് റെഡ് ക്യാൻഡിൽ ഈ ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്തു കഴിയുമ്പോഴത്തേനും നമ്മൾ അസ്യൂം ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% എന്ന് പറയുന്ന ഈ ബോക്സിന് ഇതാണ്. അപ്പോൾ ആ ബോക്സിന് താഴെ പ്രൈസ് ടാപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ ലീവ് ദ ട്രേഡ്. ബിക്കോസ് അതിന് താഴെ പ്രൈസ് ടാപ്പ് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ അതൊരു പ്രശ്നമാണ്. സോ ഓക്കെ, അവിടെ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അവിടെ നമ്മൾ പെട്ടുപോയി, പക്ഷെ നമുക്ക് ട്രേഡ് എക്സിറ്റ് ചെയ്യാനും പറ്റിയില്ല, ഇവിടെ എക്സിറ്റ് ചെയ്യാനും പറ്റിയില്ല. സോ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, ദിസ് ഏരിയ ഇവിടെ, പിന്നെ ഇവിടെ ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ടേക്കൺ അല്ലേ, ഇവിടെ അഗെയിൻ ലോ ഇസ് ടേക്കൺ. ഈ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ലോ ഇസ് ടേക്കൺ, ദെൻ പ്രൈസ് വെൻഡ് അപ്പ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വേറൊരു സംഭവം കൂടെ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ഇവിടെ നമ്മൾ പെട്ട് കിടക്കുകയാണേ. അപ്പോൾ ഇവിടെ പ്രശ്നം വന്നു, ഇവിടെ വന്നു ഫ്രഷ് ന്യൂ ലോ ഇസ് ക്രിയേറ്റഡ്, എ ഹൈ ഇസ് ക്രിയേറ്റഡ് ആൻഡ് എ ലോ ഇസ് ടേക്കൺ, ഹൈ ഇസ് ടേക്കൺ. ഇവിടെ പ്രൈസ് മിറ്റിഗേഷന് വേണ്ടിയിട്ട് ഇറങ്ങി വന്നില്ല, മനസ്സിലായോ? അപ്പം ഇവിടെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവിടെ ലോയും ഹൈയും ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ കാണുമ്പോഴത്തേനും ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ ഇവിടെ കയറി വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കേണ്ടത് ഇവിടെ തിരിച്ച് ഇവിടെ കയറി വന്നല്ലോ, മാർക്കറ്റ് തിരിച്ച് ഇവിടം വരെ ക്രോസ് ചെയ്ത് വന്നല്ലോ. വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ റിവൈസ്ഡ് സ്റ്റോപ്പ് ലോസ് കീപ് ഇറ്റ് ഹിയർ. എനിവേ നമ്മൾ കിടക്കുവാണ് അവിടെ, ഇതായിപ്പോയി. പക്ഷേ പ്രൈസ് തിരിച്ച് കയറി വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ആ റിവൈസ്ഡ് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ ഇൻകേസ് നമ്മൾ പെട്ടുപോയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക, ട്രേഡ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ സ്ട്രക്ചറൽ ഇത് വെച്ച് തന്നെ നമ്മളിനി തിരിച്ച് പ്രൈസ് എവിടെ വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് താഴെ വന്ന് വീണ്ടും പ്രൈസ് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണെങ്കിൽ ലീവ് ദ ട്രേഡ്. ഇവിടെ ലോസ് ബുക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ലോസ് ബുക്ക് ചെയ്യേണ്ട, വെയിറ്റ് ടിൽ എൻഡ് ഓഫ് ദ ഡേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇവിടുന്ന് എടുത്ത എൻട്രി ആണെങ്കിൽ പോലും യു ക്യാൻ ക്ലോസ് ഇൻ പ്രോഫിറ്റ്, മനസ്സിലായോ? അപ്പോൾ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വെയിറ്റിംഗ്. വെയിറ്റിംഗ് എന്ന് പറയുന്നത് ചുമ്മാതെ വെയിറ്റ് ചെയ്യല്ല, ബട്ട് യു ഹാവ് ടു റിലേറ്റ് യുവർ വെയിറ്റിംഗ് വിത്ത് ദ പ്രീവിയസ് സ്ട്രക്ചർ. സ്ട്രക്ചറൽ ഡൈനാമിക്സിൽ മാർക്കറ്റിന് എന്തെങ്കിലും ഏരിയ അവിടെ പ്രീവിയസ്ലി ഏരിയയുമായിട്ട് നമുക്ക് മിറ്റിഗേഷൻ ഉള്ള ഏരിയ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. സോ ഇങ്ങനത്തെ മൂവ്മെൻറ്റ് ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു കയറുമ്പം യു ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ദിസ് മാർക്കറ്റ് ഈസ് ഹെഡിങ് അപ്പ് സൈഡ്. അതർവൈസ് ഈ മാർക്കറ്റ് ഇവിടെ താഴോട്ട് ഇവിടെ ക്യാൻഡിൽ ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേനും ഈ ക്യാൻഡിൽ കാണുമ്പോഴത്തേനും യു ഡോണ്ട് വറി, ഈ ക്യാൻഡിൽ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നെക്സ്റ്റ് നമ്മുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് ഹെഡ് ചെയ്ത് പോകണം. സോ യു ക്യാൻ വെയിറ്റ് അപ് ടു ദിസ് പോയിന്റ്. ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
ഓക്കെ, അപ്പം നമുക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് മാർക്കറ്റ് സ്ട്രക്ചർ നോക്കാം. നമുക്ക് മാർക്കറ്റ് എത്രമാത്രം ട്രിക്കിയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇതെന്ന് പറയുന്നത് 18 ജനുവരിയിലെ ഒരു സെനാരിയോ ആണ്. 18 ജനുവരിയിൽ ഇത് എന്നാണ് ഓപ്പൺ ചെയ്ത് 18, ഇതെല്ലാം 18ലെ ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് മാർക്കറ്റ് വന്നു, അതിനുശേഷം പെട്ടെന്ന് താഴേക്ക് വരുവാണ്. താഴേക്ക് വരുമ്പോഴത്തേനും നമ്മളുടെ എൻട്രി സെനാരിയോ പ്രകാരം മാർക്കറ്റ് ഹാസ് ടു കംപ്ലീറ്റ് ദ പ്രൈസ് മാനിപ്പുലേഷൻ, അല്ലേ? അപ്പം പ്രൈസ് മാനിപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. അല്ലാതെ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എൻട്രി ചെയ്താലും നമ്മൾ മാർക്കറ്റിൽ പെട്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ ലിറ്റിൽ സീക്രട്ട് പ്ലേ ഔട്ട് മസ്റ്റായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കി, ഒരു ലോ വന്നു, ഹൈ വന്നു, അല്ലേ? ഈ ലോയും ഹൈയും എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തു, ഈ ക്യാൻഡിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അല്ലേ? അതിനുശേഷം അതിന് മുകളിൽ ഈ ക്യാൻഡിൽ ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പം പ്രൈസ് ആക്ഷൻ എന്താണ്? ആക്ച്വലി മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ബോഡി വൈസ് നോക്കുമ്പോൾ അതിനുശേഷം പ്രൈസ് ആക്ഷൻ താഴേക്ക് വന്നു, പിന്നെ പ്രൈസ് ആക്ഷൻ മുകളിലേക്ക് കയറിയിട്ട് പിന്നെയും താഴേക്കാണ് വരുന്നത്. അപ്പം നമ്മളെ ലാസ്റ്റ് ഹൈ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമ്മൾ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെയാണ് ഏത് പ്രൈസ് ആക്ഷൻ ആണെങ്കിലും ഹൈയും ലോയും യു ഷുഡ് ഐഡൻറ്റിഫൈ ദ ഹൈസ് ആൻഡ് ലോസ് പെർഫെക്റ്റ്ലി. അപ്പം അത് പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. നൗ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ഇസ് ടേക്കൺ, ഹൈ ഇസ് ടേക്കൺ, അല്ലേ? ആൻഡ് പ്രൈസ് ഇസ് കമ്മിങ്, ഇവിടെയാണ് ഹൈ ടേക്ക് ചെയ്തത്. അതിനുശേഷം പ്രൈസ് ഇസ് കമ്മിങ് ബാക്ക് ടു മിറ്റിഗേറ്റ്. മിറ്റിഗേഷൻ വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് ഈ ഏരിയയുടെ 50% ഇവിടെയാണ് നോക്കുന്നത്. സോ അത് ബ്രേക്ക് ചെയ്തു. അപ്പം നമ്മൾ എൻട്രിക്ക് അവിടെ നോക്കുമ്പോഴത്തേനും ഈ മിറ്റിഗേഷൻ ഏരിയ വരുമ്പോഴത്തേനും നമ്മൾ നോക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെയർഫുൾ ആയിട്ടിരിക്കുന്നത്, ലെറ്റ് ദാറ്റ് പർട്ടിക്കുലർ ക്യാൻഡിൽ അതിൻ്റെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യട്ടെ. അതിനുശേഷം നമ്മൾ ആ മിറ്റിഗേഷൻ ഏരിയയുടെ താഴെ ക്ലോസ് ചെയ്യുകയാണോ മുകളിൽ ക്ലോസ് ചെയ്യുകയാണോ ക്യാൻഡിൽ എന്ന് നോക്കിയിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ മേ ബി ഇങ്ങനെ ഫോം ചെയ്ത് വന്നിട്ട് മുകളിലേക്ക് വന്നിട്ട് പെട്ടെന്നൊരു റെഡ് അലേർട്ട് ഇങ്ങനെ ഇറങ്ങി വരും. ആ സമയത്ത് മാത്രം നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോവും എൻട്രി. അപ്പോൾ നമ്മൾ അവിടെ ഒരു പേഷ്യൻസ് നമ്മൾ കാണിക്കണം. ക്വിക്ക്ലി ജമ്പ് ചെയ്ത് നമ്മൾ എൻട്രി എടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് മിറ്റിഗേഷൻ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ഒരു 1 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ലെറ്റ് us ഡു വാട്ട് ഇറ്റ് ഈസ് ഡൂയിങ്, എന്നിട്ട് പോരെ നമുക്ക് എൻട്രി എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ റിഫൈൻമെൻറ്റ് ഓഫ് എൻട്രി ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നൗ ഇവിടുത്തെ ക്യാൻഡിൽ ക്ലോഷർ അതിൻ്റെ താഴെ നടന്നു ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ കയറി ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും യു അസ്യൂം ദാറ്റ് ദർ ഇസ് നോ എൻട്രി ഫോർ യു. ബിക്കോസ് നമ്മുടെ സ്ട്രക്ചർ പ്രകാരം 50% ബിലോ 1 മിനിറ്റ് ക്യാൻഡിൽ ഈസ് ഗെറ്റിംഗ് ക്ലോസ്ഡ്. ദാറ്റ്സ് എ റോങ് സിനാരിയോ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ടേക്കിംഗ് സപ്പോർട്ട്. നൗ വാട്ട് ഈസ് ഹാപ്പനിങ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. എൻട്രി റിഫൈൻമെൻറ്റിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഇനി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഓരോ ലെക്ചറും മുന്നോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഓരോന്നോരോന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബിക്കോസ് നമ്മൾ അൾട്ടിമേറ്റ്ലി മാർക്കറ്റുമായിട്ട് പരിശീലിച്ചുകൊണ്ടിരിക്കുമ്പം കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് എവിടെ എൻട്രി ചെയ്യണം എവിടെ എൻട്രി ചെയ്യരുത് എന്നുള്ള കാര്യം നമുക്ക് വിഷ്വലി യു ഹാവ് ടു ബി പെർഫെക്റ്റ്ലി മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ എ ലോ ഇസ് ക്രിയേറ്റഡ് അഗെയിൻ, ഇവിടെ പ്രൈസ് ആക്ഷൻ താഴെ വരുന്നു, ഇവിടെ ലോ ഇസ് നോട്ട് ടേക്കൺ, അല്ലേ? അപ്പോൾ ഇവിടെ ലോ ഇസ് നോട്ട് ടേക്കൺ എന്ന് പറയുമ്പോഴത്തേനും നോക്കി, ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇതാണ് ലോ, നമ്മുടെ ലോ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലോ എന്ന് പറയുന്നത്. ഈ ലോ ഇനി നമ്മളെ സംബന്ധിച്ച് ഹൈ ഇസ് ക്രിയേറ്റഡ്. ഓക്കെ, അവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് നോ പ്രോബ്ലം. ഇവിടെ ഇതാണ് നമ്മുടെ ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം പ്രൈസ് ആക്ഷൻ എന്ത് സംഭവിക്കണം? ഹൈയിൽ ലോയും എടുക്കണം. ലോ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഹൈ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എഴുതുക. അപ്പം ഇൻ ബിറ്റ്വീൻ യു പാർട്ടിസിപ്പേറ്റ്. വാട്ട് ഈസ് ഹാപ്പനിങ്? നമ്മൾ എവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാലും 10-20 പോയിന്റിന് നമ്മൾ ബാങ്ക് നിഫ്റ്റിക്കകത്ത് എവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ടേക്കൺ. ആൻഡ് നമ്മൾ അവിടെ ഇരുന്ന് വിഷമിച്ച് നമ്മൾ ആ പടെ പ്രശ്നത്തിലായി പോകും. സോ കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി. ദാറ്റ് ഈസ് വാട്ട് ഐ എം ടെലിങ് യു. ലെസ് ഈസ് മോർ. അപ്പം ലെസ് ഈസ് മോർ എന്ന് പറയുമ്പം നമ്മൾ ഒത്തിരി ലെസ് ഈസ് മോർ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, ബട്ട് പേഷ്യൻസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതാണ് മോർ. കാരണം നമ്മളൊരു മച്വർ പ്രൊഫഷണൽ ട്രേഡേഴ്സ് ആയിട്ട് മാറണം. ആവശ്യമില്ലാതെ എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യരുത്. See, if you are participating in between, what is happening? Do you follow the process? No. Because maybe you are following a different process. So, no problem. You follow that different process, but do you have a consistency in following that particular process or not? That is more important. If your answer is no,
മീൻസ് നിങ്ങൾ കൺസിസ്റ്റൻസി ഇല്ലാതെ ഒരു പ്രോസസ്സും ഫോളോ ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ പ്രോസസ്സിനകത്ത് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ടോ ഇതിന് മുന്നിൽ? അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഡോണ്ട് ഫോളോ ദാറ്റ് പ്രോസസ്, ഫോളോ ദിസ് പ്രോസസ്, ട്രൈ ദിസ് പ്രോസസ്. if you are not getting the right way, then don't follow this process also. And if you cannot follow the process, what happens? You are gambling in the market, so which has to be avoided. അപ്പം എപ്പോഴും നമ്മൾ ചോദിക്കില്ലേ എൻട്രി ഫോർമേഷൻ ആയോ എന്ന് ചോദിക്കുന്നത്. you have to find out your opportunity. So let the song complete, you will get entry. Why? മാർക്കറ്റ് എന്താണെങ്കിലും ഏതെങ്കിലുമൊക്കെ സൈഡിലേക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. സോ 50% മിറ്റിഗേഷൻ എപ്പോഴും വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ആ സമയത്തുള്ള എൻട്രിയിലേക്ക് നമുക്ക് നോക്കിയാൽ പോരെ. സോ that was about refining the entry. Anyway, now let us see this low is taken. Yes, low is taken. Now this high has to be taken. Yes, this അതിനുശേഷം ഹൈ ടേക്ക് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് പോകുന്നില്ല. വേറെ നമുക്ക് ഈ ലോ ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്കാണ് മാർക്കറ്റ് പോകുന്നത്, അല്ലേ? ലോ ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് പോകുന്നു. സോ എഗെയിൻ എ ന്യൂ ലോ ഈസ് ക്രിയേറ്റഡ്. ഇതാണ് പ്രശ്നം. അപ്പോൾ നമ്മളുടെ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. സോ വാട്ട് വാസ് പുതിയ ഹൈ? ഇതാണ് നമ്മുടെ പുതിയ ഹൈ, അല്ലേ? ഇത് നമ്മുടെ ഹൈ. ബിക്കോസ് ഇവിടെ നിന്ന് എ ന്യൂ ലോ ഈസ് ക്രിയേറ്റഡ്. ബിക്കോസ് ഈ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പോയില്ല. അതുകൊണ്ട് ന്യൂ ലോ ഈസ് ക്രിയേറ്റഡ്. ആൻഡ് ഇവിടെ എന്ത് പറ്റി? പുതിയ ഹൈയും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ റേഞ്ച് ഇസ്, നമ്മളുടെ എൻട്രി ഫോർമേഷൻ ഈസ് നിയറിങ്. അതാണ് അതിനകത്തെ കാര്യം. സോ ഇനി ഈ ലോയും ഹൈയും എടുക്കണം. സോ ഈ ലോ ഹൈ ഇസ് ക്രിയേറ്റഡ്, ദെൻ സബ്സിക്വന്റ് മൂവ്മെന്റ് ലോ ഹാസ് ടു ബി ടേക്കൺ. പക്ഷേ മാർക്കറ്റ് അവിടെ പോയി വീണ്ടും ഡബിൾ ടോപ്പ് ഒരു ഇതും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈയും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. മാർക്കറ്റ് നേരെ താഴേക്ക് വരുന്നു. സോ ലോ ഇസ് ടേക്കൺ. ഡബിൾ ടോപ്പ് ഇതിനെ താഴെ ടാപ്പ് ചെയ്തിട്ട് ഇത് ചെയ്തിട്ടില്ല, മോളിൽ കയറി ടാപ്പ് ചെയ്തില്ല, ജസ്റ്റ് ആ ഹൈയിൽ വന്ന് നിൽക്കുകയാണ്. സോ നമുക്ക് ഇതിൻ്റെ പ്രൈസ് ആക്ടിവിറ്റിയുടെ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കൺസിഡർ ദിസ് ആസ് എ സിംഗിൾ ലെഗ് മൂവ്മെൻറ്റ്. ഇങ്ങനെ തന്നെ കൂട്ടിയാൽ മതി. ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ബിക്കോസ് ഇതിന് മോളിൽ കയറി പ്രൈസ് ഇങ്ങനെ നിന്നായിരുന്നെങ്കിൽ ഓക്കെ, ഇത് നമുക്ക് പ്രൈസ് ആക്ടിവിറ്റി ഈ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിപ്പോയിനെ. അപ്പോൾ അങ്ങനെ വന്നില്ലല്ലോ. അപ്പോൾ അതിനുശേഷം ലോ ഈസ് ടേക്കൻ. സോ ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ ലോ ഈസ് ടേക്കൻ. പ്രൈസ് ഈസ് ഗോയിങ് അപ്പ്, അല്ലേ? ലെറ്റ് ഇറ്റ് ഗോ. അവിടെ വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് ഈസ് ഗോയിങ് അപ്പ്. വാട്ട് ഈസ് ഹാപ്പനിങ്? പ്രൈസ് ഈസ് ഗോയിങ് അപ്പ്. Then price has to come back to mitigate the previous area. So what was the previous area? നമ്മളുടെ previous area എന്ന് പറയുന്നത് this was ഈ ലോയും ഹൈയും ക്രിയേറ്റ് ലോ ഈസ് ടേക്കൻ, ഹൈ ഈസ് ടേക്കൻ, അല്ലേ? സോറി, ലോ ഈസ് ടേക്കൻ, ഹൈ ഈസ് ടേക്കൻ. സോ what was the previous area? This was the previous area in between this. Low is created, high is created. Low is taken, ഹൈ ഈസ് ക്രിയേറ്റഡ്. ഇതാണ് നമ്മുടെ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത്. ഇത്. സോ ഇവിടെ നമുക്ക് 50% മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ വന്നോ? ഇല്ല. സോ യു ആർ ലുക്കിംഗ് ഫോർ ദ എൻട്രി. വേർ വിൽ യു ഗെറ്റ് ദ എൻട്രി? സോ ലുക്ക് അറ്റ് ദ ചാർട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ. വാട്ട് ആർ യു സീയിങ് ഹിയർ? ദിസ്. when the market is heading upside, ഇവിടെ നോക്കി, ഇവിടെ when the market is heading upside, a high is created and ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്യാൻ വന്നില്ല. അഗെയിൻ ഇവിടെ പുൾ ബാക്ക് ഇല്ല. ഇതുണ്ടോ, ഇത് പുൾ ബാക്ക് അല്ല. അഗെയിൻ ഇവിടെ ഈക്വൽ ഹൈ എന്ന് വേണമെങ്കിൽ കൂട്ടാം. പക്ഷേ ഇത് മൂന്നും ഒരു ലൈനിൽ വരുന്നുണ്ട്. ദിസ് വാസ് എ ടൈപ്പ് ഓഫ് ഫസ്റ്റ് പുൾ ബാക്ക്. ദെൻ അഗെയിൻ എന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണല്ലോ പ്രൈസ് ആക്ടിവിറ്റി ഇത്രയും മൊമെൻറ്റത്തിൽ മുകളിലേക്ക് കയറി പോകുന്നത്. ഓക്കെ, അതിനുശേഷം പ്രൈസ് ഒരു ക്രിയേറ്റ് ചെയ്തു ഹൈ. ദിസ് വാസ് എ പുൾ ബാക്ക്. സി, മൈനർ സ്ട്രക്ചറിലെ കൺഫർമേഷൻ. This was a pullback, and this pullback, even your 50% area, where is the area 50%? ഇവിടെ ഈ ലൈനിലാണ്. അപ്പോൾ ഈ ലൈനിലോട്ട് നമ്മുടെ ഈ 50%ലേക്ക് നമുക്ക് എത്രയുണ്ട്? 8 പോയിൻ്റേ ഉള്ളൂ. സോ ഈ 8 പോയിന്റിന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്റ്റോപ്പ് ലോസ് ഈ 8 പോയിന്റിന് താഴെ പ്രൈസ് ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഈവൻ യു ക്യാൻ കൺസിഡർ ദാറ്റ് ടെക്നിക്കലി യുവർ ഇവിടം വരെ വരുവാണെന്ന് നമുക്ക് മനസ്സിൽ എക്സ്പെക്ട് ചെയ്യാം. മേ ബി ഇഫ് ദ പ്രൈസ് കംസ് ഹിയർ ഐ വിൽ എക്സിറ്റ് ദ ട്രേഡ്. ഇതിന് താഴെ ടാപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ ട്രേഡ് കിട്ടും 8 പോയിന്റ്.
അതാണ് നമ്മളുടെ മനസ്സിലെ ഐഡിയ ഫ്രെയിം ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇതിന് ഈ എത്ര പോയിന്റ് ഡിഫറൻസിലാണ് ഇവിടെ ഈ ഒരു ഏരിയ വരുന്നത്, അതിനനുസരിച്ച് നമ്മളൊരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതർവൈസ് നമ്മുടെ ടെക്നിക്കൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെയാണ് നമ്മുടെ ടെക്നിക്കൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്, ഇവിടെ. സോ അതെന്ന് പറയുന്നത് ബിഗ് ഏരിയ ആണ് അല്ലേ. അപ്പം നമുക്കൊരിക്കലും അങ്ങനെ പേടിച്ചിട്ട് നമുക്ക് 24 പോയിന്റ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ 75 പോയിന്റായി അല്ലേ, 3 ഇരട്ടി. അപ്പം അത്രയും നമുക്ക് സ്റ്റോപ്പ് ലോസ് ബെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുന്നതിന് പകരം നമ്മളുടെ ടെക്നിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഫിക്സിങ് ദ സ്റ്റോപ്പ് ലോസ് വിൽ ബി ഡിഫറെൻറ്റ്. ഇത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മുടെ മനസ്സിൽ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എന്നുള്ളത്. സോ സിസ്റ്റത്തിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് സീ ദാറ്റ് ദ ആക്ടിവിറ്റീസ് ഹാപ്പനിങ് ഓർ നോട്ട്, ഇവിടെ എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ളത്. അതിനുശേഷം ഇവിടെ നോക്കിക്കേ മാർക്കറ്റ് എത്രയാണ്. സപ്പോസ് നമ്മൾ ഇവിടുന്ന് ഈ ഒരു എൻട്രി കാണുമ്പോൾ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാമായിരുന്നെങ്കിൽ എത്ര പോയിന്റ് കിട്ടി? 75 പോയിന്റോളം അവിടെ കിട്ടിയില്ലേ. ഈവൻ പ്രൈസ് കം ഡൗൺ, എഗെയിൻ പ്രൈസ് വെന്റ് അപ്പ്. ഈവൻ നമുക്ക് ഇത് കോസ്റ്റ് ആണെങ്കിൽ പോലും ഇവിടെ നമുക്ക് ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇത്രം വരെ 3 മണി വരെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഈവൻ ദെൻ നമുക്ക് ഒരു ടാർഗറ്റ് കിട്ടിയില്ലേ. സോ പുൾ ബാക്ക് ഏരിയ, പുൾ ബാക്ക് ഏരിയയിൽ നമ്മുടെ മൊമെൻറ്റം സ്ട്രാറ്റജിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സോ നമ്മൾ ലോജിക്കലി കണക്ട് ചെയ്യുന്നത്, നമ്മളുടെ ട്രേഡ് സെറ്റപ്പുമായിട്ട് നമ്മൾ ലോജിക്കലി കണക്ട് ചെയ്യുന്നത് നമ്മളുടെ ടെക്നിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രൈസ് ആക്ടിവിറ്റി ഹാസ് ടു ബി ലിങ്ക്ഡ് വിത്ത് ദ തോട്ട് പ്രോസസ്. അതെങ്ങനെയാണ്? സോ ഇതെന്താണ്? പ്രൈസ് ഈസ് ഗോയിങ് അപ്പ്, മേക്കിംഗ് എ പുൾ ബാക്ക് ഹിയർ അല്ലേ. Price is going up, making a pullback. Then when the price is coming back to mitigate, immediately price ഇവിടെ ഇതിൻ്റെ താഴെ പ്രൈസ് റിജക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും that means price is heading upside again. അതാണ് നമ്മളുടെ പുൾ ബാക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ്. ഇതിൽ കൂടുതൽ ഒരു ഡയറക്ഷണൽ ബേസിസിലും ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ കൂടെ മാത്രമേ ഇത് പറഞ്ഞു തരുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റിൻ്റെ ഡയറക്ഷണൽ ഫിനോമിന ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൻ്റെ ഡയറക്ഷണൽ ഫിനോമിന എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒറ്റ സെനാരിയോ മാത്രമേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി വാട്ട് ഈസ് ദ ഡയറക്ഷൻ? ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ഓക്കെ, അൾട്ടിമേറ്റ്ലി വാട്ട് ഈസ് ദ ഡയറക്ഷൻ? ഡയറക്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഈസ് ഹെഡിങ് അപ്സൈഡ്, ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ദിസ് ഈസ് ഹൈ ക്രിയേറ്റ് ചെയ്ത് പോവുക. പെട്ടെന്ന് ഒരു ക്യാൻഡിൽ താഴോട്ട് വരുന്നു, 1-2 ക്യാൻഡിൽ താഴോട്ട് പോരട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യാൻഡിൽ, നമ്മളെ സംബന്ധിച്ച് പുൾ ബാക്ക് ആണല്ലോ വേണ്ടത്. അപ്പോൾ പുൾ ബാക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു 50% ഈ കറക്ഷനിൽ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നു. നമുക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്താണ് സംഭവം എന്ന്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ബോട്ടം ലൈനാണ് അല്ലേ. ഈ ബോട്ടം ലൈൻ എന്ന് പറയുന്നത് എന്താണ്? അതിനുശേഷം ഇവിടെ വന്നിട്ട് പ്രൈസ് ഇങ്ങനെ ഈ ഇവിടം വരെ വന്നേക്കുന്നു ബോട്ടം ലൈൻ. അതിനുശേഷം പ്രൈസ് ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലേക്ക് കയറി പോകുന്നു, നമുക്കൊന്നും പിടികിട്ടിയില്ല. അപ്പം മാർക്കറ്റ് ഇങ്ങനെ നേരെ മുകളിലേക്ക് പോകുമ്പോഴത്തേനും ഒരു കൺസിസ്റ്റൻറ്റ് റാലി മാർക്കറ്റ് നടത്തി. ഇനി മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ പോയ ലെഗിൽ ആകെപ്പാടെ ഒരു പുൾ ബാക്ക് എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. സോ ഓൾ ദ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഹു ആർ മാച്ചിങ് ദ മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി ദേ വിൽ പ്ലേസ് ആൻ ഓർഡർ ഹിയർ. എന്തിനാണ് അവിടെ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്? ബിക്കോസ് വെൻ ദേ സീ ദിസ് മൊമെൻറ്റം, എന്താണ് ഈ ഒരു മൊമെൻറ്റം കാണുമ്പോഴത്തേനും നാച്ചുറലി ദേ നോ ദാറ്റ് ദ മാർക്കറ്റ് ഡയറക്ഷൻ ഹാസ് ചേഞ്ച്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഹെഡിങ് അപ്സൈഡ് അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും, പ്രൈസ് ഇവിടെ വരുമ്പോഴത്തേനും എല്ലാ സ്ക്രിപ്റ്റ്സിലും ഈ ഒരിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് ഓർഡേഴ്സ് വിൽ ബി പ്ലേസ്ഡ്. സോ മാർക്കറ്റ് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു മാർക്കറ്റിന് ഞാൻ മുമ്പേ ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു അപ്സൈഡിലേക്ക് വൺ സൈഡ് ഹെഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും, മാർക്കറ്റ് ഒരു സൈഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? there will be losing positions created with the momentum go അല്ലേ. അപ്പം those momentum on a single sweep it has to come back and collect all the orders. അപ്പം ഇവിടെ ഈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാർക്കറ്റ് വിൽ കം ബാക്ക്. സോ വരുവാണ് താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് ഇടയ്ക്ക് ഇങ്ങനത്തെ പ്രൈസ് ആക്ഷനൊക്കെ കാണിക്കും, അതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം ഇവിടെ വരുമ്പോഴത്തേനും ഇതാണ് നമ്മുടെ ലൈൻ അല്ലേ.
ദിസ് വാസ് ദ പുൾ ബാക്ക് ഏരിയ. സോ മാർക്കറ്റ് എന്താണ് വരാൻ പോകുന്നത്? ഇങ്ങോട്ട് വരുവാണ്. സോ പ്രൈസ് ഇസ് നിയറിങ് അഗൈൻ ഇറ്റ് ബ്രേക്ക് ഇയർ. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? അതിനുശേഷം പ്രൈസ് വിത്ത് എ ക്വിക്ക് സ്വീപ്പ് മാർക്കറ്റ് ഡയറക്ഷൻ വിൽ ചേഞ്ച്. ഇത് ഏത് മാർക്കറ്റ് വേണമെങ്കിലും, ഏത് സ്ട്രക്ചറൽ ഡൈനാമിക്സിലെ എന്ത് ഗ്രാഫ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഐ ക്യാൻ ഷോ യു ഹൺഡ്രഡ്സ് ഓഫ് എക്സാമ്പിൾസ്. ബിക്കോസ് അതർവൈസ് ഇതല്ല ഡയറക്ഷൻ എങ്കിൽ എന്തുകൊണ്ടാണ് ഈ പുൾ ബാക്ക് ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകുന്നത്? Because this area is all the orders being placed here, it is triggered and collected. Okay, triggered and collected, market will go the other side. So ഇതിൻ്റെ വേറെ എക്സാമ്പിൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 എക്സാമ്പിളും കൂടെ കാണിക്കാം. എന്നിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ നമ്മളിനി നോക്കുന്നത് എവിടെയാണ് ഇതുപോലത്തെ സിമിലർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് നോക്കുന്നത്. സോ മാർക്കറ്റ് ഇവിടുന്ന് ഓൺ എ കൺസിസ്റ്റന്റ് അപ് ട്രെൻഡ് അല്ലേ, ഇവിടെ നിന്ന് പോകുന്നു, മുകളിലേക്ക് പോകുന്നു. ഇവിടെ ഇതൊരു ഹൈ ബ്രേക്ക് ചെയ്തില്ല. സോ ഇറ്റ്സ് നോട്ട് എ പുൾ ബാക്ക്. നമ്മളെ സംബന്ധിച്ച് ഇത് പുൾ ബാക്ക് അല്ല. ഇതിന് ശേഷം ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ പ്രൈസ് ആക്ഷൻ ഈസ് കമ്മിങ് ഡൗൺ. ഇതൊരു 3 candle 4 candle പുൾ ബാക്ക് പോലെ ഇങ്ങനെ താഴോട്ട് പോരുവാണ്. പ്രൈസ് ആക്ഷൻ ഈസ് കണ്ടിന്യൂസ്ലി ഡൗൺ. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക്. അഗെയിൻ മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് ഹെഡ് ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ച് പുൾ ബാക്ക് സെനാരിയോ എന്ന് പറയുന്നത് എന്താണ്? ഇനി നമ്മളെ സംബന്ധിച്ച് പുൾ ബാക്ക് എന്ന് പറയുന്നത് ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോഴാണ് റിയൽ പുൾ ബാക്ക് ഈസ് കമ്മിങ് ഔട്ട്. പക്ഷേ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? മുകളിലേക്കാണ് പോകുന്നത്. സോ ഈ മുകളിലേക്ക് പോകുന്ന ലെഗിൽ പോലും ഈ പോർഷൻ നമ്മൾ ഇഗ്നോർ ചെയ്തു. ഇത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളാം. പക്ഷേ ഇവിടെ തൊട്ടുള്ള ആക്ടിവിറ്റി നോക്കിക്കുക മാർക്കറ്റിൻ്റെ. സോ പുൾ ബാക്ക് സെനാരിയോ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മളുടെ പുൾ ബാക്ക് സെനാരിയോയിൽ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സെനാരിയോ എന്ന് പറയുന്നത് നമ്മളെന്താണ്? ബേസിക് സ്റ്റഡി ഓഫ് ദ പുൾ ബാക്ക് ഈസ് ഓഫ് വാട്ട്? നമ്മൾ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ മാർക്കറ്റ് കയറി മുകളിലേക്ക് പോകുമ്പോഴാണ് പുൾ ബാക്ക് സെനാരിയോസ് കണ്ടുപിടിക്കുന്നത്. ബിക്കോസ് അതാണ് അൾട്ടിമേറ്റ്ലി സ്ട്രെങ്തി പുൾ ബാക്ക് എന്ന് പറയുന്നത്, അല്ലേ? സ്ട്രെങ്ത് ആയിട്ടുള്ള പുൾ ബാക്ക് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈ ഈക്വൽ ഹൈ ഇതിന് മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തു. സോ ഈ ക്യാൻഡിലിൻ്റെ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു പുതിയ പുൾ ബാക്ക് ചെയ്തത്. സോ മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു. ആ പുൾ ബാക്ക് മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? പുൾ ബാക്ക് ബോട്ടം സൈഡിൽ എല്ലായിടത്തും കളക്ഷൻ ഓഫ് ഓർഡേഴ്സ് ഉണ്ട്. ദോസ് കളക്ഷൻ ഓഫ് ഓർഡേഴ്സ് വിൽ ബി ട്രിഗേർഡ്. ദാറ്റ് ഇസ് വൈ ദിസ് ഗ്രീൻ ക്യാൻഡിൽ ഹാസ് ട്രിഗേർഡ് ദ ഓൾ ദ ഇവിടെ കിടക്കുന്ന എല്ലാ ഓർഡേഴ്സും കളക്ട് ചെയ്തേക്കുന്നത്. സോ ഇവിടെ ഇങ്ങനെ പോയപ്പോൾ അഗെയിൻ മൊമെൻറ്റം ഈസ് ഓൺ ദ അപ്പർ സൈഡ്. ദെൻ 3-4 ക്യാൻഡിൽസ് ആർ കമ്മിങ് ബാക്ക്. എങ്ങോട്ടാണ് വരുന്നത്? പ്രൈസ് ഈസ് ഹെഡിങ് എവിടെ? ദിസ് പുൾ ബാക്ക് ക്യാൻഡിൽ ആൻഡ് ടേക്കിംഗ് ഔട്ട് ഓൾ കളക്ഷൻ ഓഫ് ഓർഡേഴ്സ് കംപ്ലീറ്റ്ലി ടേക്കൺ ഔട്ട് ആൻഡ് ഇറ്റ് വെൻറ്റ് അപ്പ്. മനസ്സിലായി? അഗെയിൻ പുൾ ബാക്ക് ഈസ് ക്രിയേറ്റഡ്. അഗെയിൻ ദിസ് ഈസ് അനദർ പുൾ ബാക്ക് ഈസ് ക്രിയേറ്റഡ്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ കൺസെപ്ച്വലി ലെറ്റ് us understand the concepts again. So once the pullback, when the market is going up, even if it is creating a pullback candle on a single candle or a 3 candle, okay, let us make it 3 candle. ഇങ്ങനെ വന്നു. അപ്പോൾ this area is very important for us. Okay, now subsequent movement market is going up. അങ്ങ് പോകട്ടെ, എത്ര വേണേലും പോകട്ടെ. On a subsequent movement market will come like this. Okay, it will create and it will take out and it will go. ഇങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നത്. സോ ഈ ഏരിയ ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ വൺസ് ഇവിടുത്തെ ഏരിയയിൽ മാർക്കറ്റ് പ്രൈസ് എപ്പോൾ ടാപ്പ് ചെയ്യുന്നോ യു വിൽ സി നമ്മൾ എന്താണ് അവിടെ നോക്കുന്നത്? ദിസ് പുൾ ബാക്ക് സ്വീപ്പിംഗ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നമ്മൾ അന്നേരം അവിടെ നോക്കേണ്ടത് സ്ട്രക്ചറൽ ഡൈനമിക്സിൽ, അതായത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ലിറ്റിൽ സീക്രട്ട് ഈസ് പ്ലേയിങ് ഇറ്റ് ഔട്ട് ഓർ നോട്ട്, എന്തെല്ലാം അതർ കോൺഫ്ലുവൻസസ് ആണ്. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഈ സ്ട്രക്ചറൽ ബേസിസിൽ നമുക്ക് അവിടെ എൻട്രി എടുക്കണോ വേണ്ടയോ എന്നുള്ളതിനകത്ത് ലിറ്റിൽ സീക്രട്ട് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇതൊരു ഹൈ ആണ്. സോ ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ടേക്കൻ ആൻഡ് ദ ഹൈ ഇസ് ടേക്കൻ ആൻഡ് ദ പ്രൈസ് കം ഡൗൺ ടു മിറ്റിഗേറ്റ്. ബട്ട് പ്രീവിയസ് ഏരിയയിൽ വന്നോ? ഇല്ല.
സോ ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് വീണ്ടും പ്രൈസ് മേളിലേക്ക് പോയി, എഗെയിൻ പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ. സോ ഇങ്ങനെ പ്രൈസ് പോകുമ്പം നമുക്ക് എൻട്രി കിട്ടുന്ന സെനാരിയോയിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ പുൾ ബാക്കിൻ്റെ ഏരിയയിൽ വരുമ്പം ഇറ്റ് വിൽ ബി എ ഹയസ്റ്റ് മൊമെൻറ്റം ആണ് അവിടെ വരുമ്പോഴത്തേനും. ബിക്കോസ് ഹയസ്റ്റ് മൊമെൻറ്റം എന്താണ്, നമ്മളെപ്പോലെ തന്നെ നോക്കിയിരിക്കുന്ന ആൾക്കാരെല്ലാം ആ ഏരിയയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ചിലർ ഓർഡർ ഇട്ടച്ചിരിക്കുന്നു, ചിലർ ഓർഡർ ഇടാതിരിക്കുന്നു, ചിലർ മാർക്കറ്റ് അവിടെ സ്വീപ്പ് ചെയ്യുമ്പം എങ്ങനെയാണ് അതിൻ്റെ ആക്ടിവിറ്റി നോക്കുന്നു. മേ ബി ഓൺ ദ സെക്കൻഡ് ക്യാൻഡിൽ ഓർ തേർഡ് ക്യാൻഡിൽ ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഓർഡേഴ്സ് അവിടെ വരുന്നു. സോ അവിടെ കംപ്ലീറ്റ് കൺഫ്യൂഷൻസും കംപ്ലീറ്റ് ഓർഡേഴ്സ് ട്രിഗറിങ്ങും എല്ലാം കൂടെ ഭയങ്കര ആക്ടിവിറ്റിയാണ് ആ ഏരിയയിൽ നടക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേനും അതുകൊണ്ടാണ് ഈ ക്യാൻഡിൽസ് വളരെ ഫാസ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി പെട്ടെന്ന് ക്ലോസ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡയറക്ഷനിലേക്ക് പോകുന്നതിൻ്റെ കാര്യം. സോ ഇതാണ് മാർക്കറ്റിൻ്റെ അൾട്ടിമേറ്റ് ആക്ടിവിറ്റി. സോ ഫോക്കസ് ഓൺ ദ പുൾ ബാക്ക്, ഫോക്കസ് ഓൺ ദ ലിറ്റിൽ സീക്രട്ട്, ഫോക്കസ് ഓൺ ദ പ്രൈസ് ആക്ടിവിറ്റി. ഇഫ് ഹൈ ഇസ് ടേക്കൺ ലോ ഇസ് ടേക്കൺ, ആ ഒരു ഇതിൽ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ലീവ് ദ ട്രേഡ്. അതുപോലെ തന്നെ പുൾ ബാക്ക് മിറ്റിഗേഷന് വേണ്ടിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറി വരുമല്ലോ. മുകളിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അവിടെ എന്തെങ്കിലും ഇവിടെ ദിസ് വാസ് എ പുൾ ബാക്ക്, ഇവിടെ എന്തെങ്കിലും ഏരിയ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതൊരു പുൾ ബാക്ക് സ്വീപ്പിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പം ഇവിടെ ഇതൊരു പുൾ ബാക്ക് ആയിരുന്നെങ്കിൽ, സപ്പോസ് ഇതൊരു പുൾ ബാക്ക് ആണെന്ന് കൂട്ടുക, ഇതല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പുൾ ബാക്ക് ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മളിത് ഈ ഒരു മിറ്റിഗേഷൻ കംപ്ലീറ്റ് ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താണ് നമ്മൾ നോക്കേണ്ടത്, ഇവിടെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിന് ബിലോ എബവ് നമുക്കിവിടെ ടാർഗറ്റ് ഈ ഒരു ഏരിയയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സോ യുവർ എക്സ്പെക്റ്റഡ് ഡയറക്ഷൻ ഈസ് ദിസ്. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് ക്ലീൻ പ്രൈസ് ആക്ഷൻ കിട്ടും, ചില ദിവസം നമ്മൾക്ക് കോസ്റ്റ് പോയെന്നിരിക്കും. അപ്പം ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിന് ഒരു കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ഞാൻ നമ്മൾ ആ എൻട്രി സെനാരിയോ ചാർട്ടിൽ വെച്ചിട്ട് പല പല സെനാരിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുള്ളൂ. കാരണം ഒന്ന് രണ്ട് കമൻറ്റ്സ് ഇതിനകത്ത് വന്നേക്കുന്നുണ്ട്. അതായത് നമുക്ക് എങ്ങനെയാണ് ഇത് കുറച്ചുകൂടെ ഒന്ന് മുഴുവൻ കാര്യങ്ങളും പിടികിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ. സോ അതുകൊണ്ടാണ് ഡീകോഡിംഗ് 15 ഒരു വീഡിയോയും കൂടെ ഇറങ്ങി. നമുക്കൊരു കമൻസും കൂടെ ഇനി അടുത്ത വീഡിയോയ്ക്ക് കമൻസുകളെല്ലാവരും അയയ്ക്കുക, എന്തെല്ലാം ഡിഫിക്കൽട്ടീസാണ് ഫോം ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്തിട്ട് പുതിയ സെഷൻ തുടങ്ങാം. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ് ഗൈസ്. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ എനർജറ്റിക് ആയിട്ടുള്ള ഒത്തിരിയധികം നല്ല കമൻസുകൾ വന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു.